അപ്പോൾ നോക്കൌട്ട് ചിത്രം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വിനേഷ് കുഞ്ഞിരാമനെ വിളിക്കാം വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. വിനേഷ്, ഒരു തകർപ്പൻ മത്സരമായിരുന്നു കേട്ടോ. ജർമ്മനി ഇക്വഡോർ. നാളെ ഇക്വഡോറിലൊക്കെ അവധിയാണത്രേ. കാരണം അവർ നോക്കൌട്ടിൽ എത്തിയതിന്റെ ഒരു സന്തോഷം വേൾഡ് കപ്പ് അടിച്ചതിന് തുല്യമാണ് അവർക്ക്. ഈ യൂറോപ്യൻ ടീമുകളെ ആരും തോൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ പിടിച്ചു കിട്ടുന്നില്ല എന്ന് പറയുന്നതൊക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അർജന്റീന അന്ന് തുടങ്ങി വെച്ചു, ഫൈനലിസമിൽ തുടങ്ങി വെച്ചു. ബ്രസീൽ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇക്വഡോറാണ്. പന്തും വന്നിരിക്കുന്നു. ഏതായാലും അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യ മത്സരം ജയിച്ചു തുടങ്ങിയ ജർമ്മനി ഒരു ഗംഭീര വിജയമായിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ പക്ഷേ അവർ വിയർത്താണ് ജയിച്ചത്. ആലോചിക്കേണ്ടത് ജർമ്മൻ ലീഗിൽ കളിക്കുന്ന താരങ്ങളാണ് അവരുടെ ഭൂരിഭാഗം താരങ്ങളും. ആകെ 26 അംഗ സംഘത്തിൽ വരുന്നതിൽ 19 പേരും ജർമ്മൻ ലീഗിൽ കളിക്കുന്ന താരങ്ങളാണ്. എന്നിട്ട് പോലും ഇന്നലെ നോക്കൂ, ഇക്വഡോറിൻ്റെ ആ ഒരു പതിയിരുന്ന് കൃത്യമായി അറ്റാക്ക് ചെയ്ത് അങ്ങനെ ഒരിക്കലും ജർമ്മനിക്ക് കളത്തിലൊരു ആധിപത്യം നൽകാൻ അവർ സമ്മതിച്ചേയില്ല. അവരുടെ പ്രതിരോധ നിരയെ നിരന്തരം പരീക്ഷിക്കുകയായിരുന്നു ഇക്വഡോർ എന്ന് പറയേണ്ടി വരും. അതെ, ആദ്യത്തെ ഗോൾ ബോക്സിന് വെളിയിൽ നിന്നാണ്. രണ്ടാമത്തെ ഗോൾ കണ്ടോ, അതായത് ഗോൾ കീപ്പർ നിൽക്കുകയാണ് മുന്നിൽ. മാനുവൽ ന്യൂയറിനെ പോലെയുള്ള അധികാരനായിട്ടുള്ള ഒരു ഗോൾ കീപ്പർ പന്ത് പിടിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വീഴുന്നതിന് തൊട്ട് മുൻപാണ് തട്ടി വലയിലേക്ക് കയറ്റുന്നത്. സത്യത്തിൽ ന്യൂഇയർ തന്നെ ഞെട്ടിപ്പോയി. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു. അയ്യോ, ഇതെന്താ ഇങ്ങനെ ഗോളായി എന്നുള്ള ചിന്തയാണ് വരുന്നത്. കാരണം കയ്യിലേക്ക് എന്ന് ഉറപ്പിച്ച സമയത്താണ് അതിന് മുന്നൊരു ടച്ച് വരുന്നതും അത് പന്ത് വലയിൽ. എന്തായാലും സൂപ്പർ മത്സരമായിരുന്നു. ഇത് തന്നെയാണ് ഫുട്ബോളിന്റെ സൗന്ദര്യവും. നോക്കൌട്ടിലേക്ക് അപ്പോൾ ഓരോ ടീമുകളായി എത്തിക്കൊണ്ടിരിക്കുക. നമുക്കതിന്റെ ഇപ്പോൾ ലൈനപ്പ് ആയതൊന്ന് നോക്കാം. നോക്കൌട്ട് മത്സരങ്ങളിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നെതർലാൻഡ്സ് ബ്രസീലിനെ എതിരാളികളായി കിട്ടാതെ മറുഭാഗത്തു കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ബ്രസീലിന് നോക്കൌട്ടിൽ എതിരാളികൾ ജപ്പാനാണ്. ഏഷ്യൻ കരുത്തുമായി ജപ്പാനാണ് എത്താൻ പോകുന്നത്. അപ്പോൾ നോക്കൌട്ട് മത്സരങ്ങളുടെ ഒരു നില നമുക്ക് നോക്കിയാൽ ബ്രസീൽ ആകെ 16 മത്സരങ്ങൾ, 32 ടീമുകളാണല്ലോ നോക്കൌട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ 16 മത്സരങ്ങൾ ഉണ്ടാവും. അതിൽ ഒന്ന് ദക്ഷിണാഫ്രിക്ക, കാനഡ. ദക്ഷിണാഫ്രിക്ക നോക്കൌട്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ആദ്യ മത്സരങ്ങളിലെ പ്രകടനം ആ രീതിയിലുള്ളതായിരുന്നില്ല. പക്ഷേ പിന്നീട് അവസാന മത്സരത്തിൽ അവർ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചുകൊണ്ട് അവർ നോക്കൌട്ടിലേക്ക് എത്തുന്നു. കാനഡ ആതിഥേയ രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ. ആ മത്സരം ജൂൺ 29 പുലർച്ചെ, അതായത് ജൂൺ 28 രാത്രിയാണ് ആ മത്സരം നടക്കുക. ജൂൺ 29 പുലർച്ചെ 12:30 ദക്ഷിണാഫ്രിക്ക കാനഡ മത്സരം, നോക്കൌട്ടിലെ ആദ്യ മത്സരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കിയാൽ നമുക്ക് അതെ, ബ്രസീൽ ജപ്പാനാണ്. ബ്രസീൽ ആരാധകരെ ജൂൺ ഇന്ന് 10:00 രാത്രി 10:00 ഉറക്കം ഒഴിയണ്ട. നോക്കൌട്ടിലെ ആദ്യ മത്സരം ബ്രസീൽ ആരാധകർക്ക് ജപ്പാനുമായുള്ള മത്സരം 10:00 കാണാൻ സാധിക്കും. അടുത്ത മാച്ച് നമുക്ക് നോക്കിയാൽ തീർച്ചയായും വരാൻ പോകുന്നത് നെതർലാൻഡ്സ് മൊറോക്കോ മത്സരം. അതും പോരാട്ടം തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല. കാരണം മൊറോക്കോ ബ്രസീലിനെതിരെ കളിച്ച കളി നമുക്കറിയാം. കഴിഞ്ഞ ലോകകപ്പിൽ അവർ കളിച്ച കളി അറിയാം. ലോകോത്തര താരങ്ങൾ അവരുടെ ഭാഗത്തുണ്ട്. ഹക്കീമിയെ പോലെയുള്ള താരങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ, യാസിൻ ബോനോയെ പോലെയുള്ള താരങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ശക്തമായ പോരാട്ടം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. പിന്നീട് ആതിഥേയരായിട്ടുള്ള USA ബോസ്നിയയാണ് എതിരാളികൾ. പുലർച്ചെ 5:00 മത്സരം. ജൂലൈ 2 കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോ 12 മത്സരങ്ങളുടെ ചിത്രം തെളിയാനുണ്ട്. ഇന്നത്തെ മത്സരങ്ങളിലേക്ക് വരികയാണെങ്കിൽ അതിൽ ആരൊക്കെ ഇനി നോക്കൌട്ടിലേക്ക് എന്നറിയണമെങ്കിൽ കൃത്യമായ ചിത്രം കിട്ടും. ഇന്നത്തെ മത്സരങ്ങൾ എന്ന് പറയുന്നതിൽ ഏറ്റവും ഗ്ലാമർ പോരാട്ടം എന്ന് പറയുന്നത് നോർവേ ഫ്രാൻസ് പോരാട്ടം തന്നെയാണ്. കാരണം രണ്ട് ടീമുകളും 2 മത്സരം ജയിച്ച് നിൽക്കുകയാണ് ഗ്രൂപ്പിൽ. അതുകൊണ്ട് തന്നെ 6 പോയിന്റ് ഉണ്ട്. ഇതിൽ ജയിക്കുന്നവരായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാർ. അപ്പോൾ കയ്യും മെയ്യും മറന്ന് 2 ടീമുകളും പോരാടും. എംബാപ്പെ, ഹാലൻഡ് പോരാട്ടം അതൊരു നല്ല മത്സരമായിരിക്കും. കാരണം 2 മികച്ച സ്ട്രൈക്കർമാർ ഈ പറഞ്ഞ പോലെ എണ്ണം പറഞ്ഞ ഗോളുകളുമായി ഗോൾ വേട്ടയിൽ തന്നെ മത്സരിക്കും. ചോദ്യം അവിടെ നിൽക്കുമ്പോൾ രണ്ടാമത്തെ മത്സരം സെനഗലും ഇറാഖും. ഇതേ സമയത്ത് ഇതേ ഗ്രൂപ്പിലെ മത്സരം ഇതിൽ ജയിക്കുന്നവർക്ക് 3 പോയിന്റ് ആകും. എന്നാലും അവർക്ക് നോക്കൌട്ട് ഉറപ്പില്ല എന്നുള്ള കാര്യം തന്നെയാണ്. 3 പോയിന്റേ കിട്ടൂ എന്നുള്ളതാണ് ആ ഗ്രൂപ്പിൽ. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഗ്ലാമർ മറ്റൊരു പോരാട്ടം നടക്കാനുള്ളത് കേപ്പ് വെർദെ, സൗദി അറേബ്യ. ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേപ്പ് വെർദേക്ക് ഇപ്പോൾ 2 പോയിന്റ് ഉണ്ട്. ആ 2 പോയിന്റ് ആരെയൊക്കെ സമനിലയിൽ തളച്ചാണ്? ഒന്ന് ഉറുഗ്വേ, ഒന്ന് സ്പെയിനെ. അങ്ങനെ ചില്ലറക്കാരെ അല്ല സമനിലയിൽ തളിച്ചുള്ളൂ. അപ്പോൾ ഇന്നൊരു വിജയത്തോടു കൂടി 5 പോയിന്റുമായി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം അല്ലെങ്കിൽ 2-ാം സ്ഥാനം ഇവരുടെ മുന്നിലുണ്ട്. 1-ാം സ്ഥാനത്ത് പോലും എത്താം എന്നുള്ള രീതിയിലേക്ക് കേപ്പ് വെർദെ ഇപ്പോൾ അപ്പോൾ കേപ്പ് വെർദെ ഒരു നമ്മുടെ ഫേവറേറ്റ് ടീമായി മാറുകയാണ്. ഖത്തർ വേൾഡ് കപ്പിൽ പല ടീമുകളും നമ്മുടെ ഫേവറേറ്റ് ആയി മാറിയതുപോലെ കേപ്പ് വെർദെ ഫേവറേറ്റ് ടീമായി മാറും. അടുത്തത് ഗ്ലാമർ പോരാട്ടമാണ് യുറുഗ്വേ സ്പെയിൻ മത്സരവും. ഇതിലെ ഉറുഗ്വേ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോ നോക്കൌട്ടിൽ എത്താതെ പുറത്തേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട്. 2 പോയിന്റാണ് ഉറുഗ്വേക്കുള്ളത്. സ്പെയിനിനെ പോലെയുള്ള ശക്തരായ ടീമിനെതിരെ അവരെ പരാജയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ മറുവശത്ത് കേപ്പ് വെർദെ വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ 2 പോയിന്റുമായി അവർ പുറത്താകുമെന്നുള്ള കാര്യം സംശയമില്ല. സ്പെയിൻ ആകട്ടെ ഇപ്പോൾ 4 പോയിന്റ് ആണുള്ളത്.
ഒരു പക്ഷേ സ്പെയിൻ തോൽക്കുകയാണെങ്കിൽ അവിടെ യുറുഗ്വേയും കേപ്പ് വെർദയും ജയിച്ച് അവർക്ക് 5-5 പോയിന്റ് വീതം ആകും. സ്പെയിൻ 3-ാം സ്ഥാനത്തേക്ക് വീഴും. സ്പെയിൻ ആരാധകർക്ക് എന്തായാലും നെഞ്ചിടിപ്പാണ്. നമ്മുടെ കൂട്ടത്തിൽ കുറെ സ്പെയിൻ ആരാധകരുണ്ട്. നമുക്ക് ആദ്യം ഫ്രഞ്ച് സംഘം എങ്ങനെയാണ് എന്ന് കൂടി നോക്കാം. സാധ്യത ലൈനപ്പിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കാരണം ഏറ്റവും ഗ്ലാമർ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. നമ്മൾ വീണ്ടും മൈതാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഉയരാൻ പോകുന്നു. പതിവ് പോലെ ഉയർന്ന് ആകാശത്ത് നിന്ന് റോബോട്ടിക് ക്രെയിനിന്റെ സഹായത്തോടെ ഉയർന്ന് ആകാശത്ത് നിന്ന് നമുക്കിതാ ഫ്രാൻസിന്റെ ഒരു പതാകയുടെ ടോൺ നമുക്ക് സ്റ്റേഡിയത്തിൽ കാണാൻ കഴിയും. എംബാപ്പയിലാണ് കണ്ട് ഉറ്റുനോക്കുന്നത്. മെസ്സിക്ക് പിന്നാലെ ഇതാ ഗോൾ വേട്ടയിൽ എംബാപ്പയും ഉണ്ട്. അതുകൊണ്ട് ആരാധകർ കാത്തിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഹാളണ്ട് എംബാപ്പെ. അതെ, രണ്ടുപേരും 4 ഗോൾ വീതം നേടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇന്നത്തെ മത്സരത്തിന്റെ റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് ഓരോ താരങ്ങളിലേക്ക് പോകണം. ഏത് രീതിയിലായിരിക്കും പരിശീലകൻ ദശാംസ് ഫ്രഞ്ച് സംഘത്തെ ഇന്നത്തെ മത്സരത്തിന് ഇറക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം. താഴേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഗോൾ കീപ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. മൈക്നൻ തന്നെയായിരിക്കും ഗോൾ കീപ്പർ. ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ഏതായാലും മൈക്നൻ AC മിലാന്റെ താരമാണ്. ഇറ്റാലിയൻ ലീഗിൽ കളിക്കുന്ന താരമാണ്. അദ്ദേഹം തന്നെ ഗോൾ ബാറിന് കീഴെ, ക്രോസ് ബാറിന് കീഴെ ഗോൾ വലയ്ക്ക് മുന്നിലായി അദ്ദേഹം തന്നെ ഉണ്ടാകും. ഇനി നമുക്ക് ഡിഫൻസിലേക്ക് പോകാം. ഓരോ പൊസിഷനിലും ശക്തരായ സംഘമുള്ള ഡിഫൻസിൽ നമ്മൾ ആദ്യം പോകുന്നത് ഡിഫൻസ് ഇക്കുറി വളരെ നല്ലതാണ്. റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ടുള്ളത് യൂൾസ് കുണ്ടെയാണ്. യൂൾസ് കുണ്ടെ നമുക്കറിയാവുന്നതാണ്. ലാലിഗ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു കേളി ശൈലിയും ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്ന ആ ഒരു പ്രത്യേകതയും ഒക്കെ തന്നെ യൂൾസ് കുണ്ടെ വിങ്ങുകളിൽ നിന്ന് അതിവേഗം പന്ത് മുന്നോട്ടേക്ക് എത്തിക്കാൻ കൽപ്പുള്ള ഒരു താരമാണ് യൂൾസ് കുണ്ടെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെൻട്രൽ ഡിഫൻസിലേക്ക് വരാം. സെൻട്രൽ ഡിഫൻസിലുള്ള 2 താരങ്ങളിൽ ആദ്യം പറയേണ്ടത് വില്യം സാലിബയാണ്. വില്യം സാലിബ. യൂൾസ് കുണ്ടെ ബാഴ്സയാണെങ്കിൽ അത് സ്പാനിഷ് ലീഗിലാണ് കളിക്കുന്നത് എങ്കിൽ വില്യം സാലിബ കളിക്കുന്നത് പ്രീമിയർ ലീഗിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബാഴ്സ സ്പാനിഷ് ലീഗ്, അതുപോലെ തന്നെ ഫ്രഞ്ച് ലീഗ്. അപ്പോൾ ഏതായാലും ഉണ്ടാവുക അദ്ദേഹം തന്നെയാണ് സാലിബ. ആഴ്സണലിന്റെ പ്ലെയർ ആയിട്ടുള്ള സാലിബ സെൻട്രൽ ഡിഫൻസിൽ ഉണ്ടാകും. സാലിബയ്ക്ക് കൂട്ടായി വരുന്ന താരം മറ്റൊരു ലീഗിൽ നിന്ന് വരുന്ന താരമാണ്. സാലിബയ്ക്ക് കൂട്ടായി വരുന്നത് അത് ഉപമെക്കാനോയാണ്. ഉപമെക്കാനോ. അദ്ദേഹം കളിക്കുന്നത് ബയൺ മ്യൂണിക്കിലാണ്. അതുകൊണ്ട് തന്നെ 3 ലീഗിലെ താരങ്ങളായി. അപ്പോൾ 3 ലീഗിലെ താരങ്ങൾ ശൈലിയും കൂടി ചേർത്ത് വെച്ചതായിരിക്കും. ഇനി നമുക്ക് അടുത്തത് ലെഫ്റ്റ് വിംഗ് ബാക്ക് ആരായിരിക്കും? അത് മറ്റൊരു ലീഗിൽ കളിക്കുന്ന താരമാണ് എന്നുള്ളതാണ്. അപ്പോൾ വിവിധ ലീഗുകളിൽ തിയാ ഹെർണാണ്ടസ് ഹിലാലിന്റെ താരമാണല്ലോ. അപ്പോൾ 4 ലീഗുകളിൽ കളിക്കുന്ന താരങ്ങൾ ഫ്രാൻസിന്റെ ഡിഫൻസിനെ ശക്തമാക്കാൻ ഉണ്ടാകും. ഇനി നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരാം. ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഫ്രഞ്ച് ടീമിൽ ഏതായാലും റാബിയോട്ട് ഉണ്ട്. ഇറ്റാലിയൻ ലീഗിൽ കളിക്കുന്ന AC മിലാന്റെ താരമായിട്ടുള്ള അഡ്രിയാൻ റാബിയോട്ട് കഴിഞ്ഞ മത്സരത്തിലൊക്കെ മികച്ച പ്രകടനം അദ്ദേഹം കാണിച്ചു. അതായത് പ്രതിരോധത്തിലും ഒരുപോലെ ആക്രമണത്തിലേക്കും പന്തെത്തിക്കാൻ കഴിയുന്ന ഒരു താരമായിട്ടുള്ള റാബിയോട്ടിന്റെ സാന്നിധ്യം അവർക്ക് മുതൽക്കൂട്ടാണ്. ഒപ്പം തന്നെ റാബിയോട്ടിന് കൂട്ടായി ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ വരുന്ന അടുത്ത താരം എന്ന് പറയുന്നത് ഷ്വാമെനിയാണ്. ഷ്വാമെനിയും ഏതായാലും ആദ്യ 11-ൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം റയലിന്റെ പ്ലെയർ ആയിട്ടുള്ള താരമാണ് ഷ്വാമെനി. ഇനി അദ്ദേഹത്തിന് മുന്നിൽ ഈ 2 താരങ്ങൾ ഡിഫൻസീവ് മിഡ്ഫീൽഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മുന്നിലേക്ക് വരുന്നത് ഒസ്മാൻ ഡെമ്പലെയാണ്. വിങ്ങറായിട്ടുള്ള ഒസ്മാൻ ഡെമ്പലെ ഫ്രഞ്ച് ലീഗിൽ PSG-യെ ചാമ്പ്യൻസ് ലീഗിൽ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക താരമായിട്ടുള്ള അദ്ദേഹം പന്ത് തട്ടാൻ ഒരുങ്ങുകയാണ്. ഡെമ്പലെ ഏതായാലും ആദ്യ ലെവലിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഡെമ്പലയ്ക്ക് കൂട്ടായി അദ്ദേഹത്തിന്റെ ഒപ്പം പന്ത് തട്ടാനുള്ള 2 താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഒലീസയാണ്. ഒലീസെ 24 വയസ്സ് മാത്രമുള്ള താരമാണ്. അദ്ദേഹം മിന്നുന്ന ഫോമിലാണ് ഈ ടൂർണമെന്റിലൊക്കെ കളിക്കുന്നത്. ഈ ടൂർണമെന്റിന്റെ തന്നെ താരമാകുമെന്നൊക്കെ തുടക്കത്തിലെ യുവതാരങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുള്ള ഒരു താരമാണ് ഒലീസെ എന്ന് പറയുന്നത്. അപ്പോൾ ഒലീസയും ഉണ്ടാകും. ഇനി അടുത്തത് ഒലീസയ്ക്ക് ഒപ്പം തന്നെയുള്ളത് ഏതായാലും ദുവെ വരാൻ വീണ്ടും ഒരു അവസരം കൂടി ആദ്യ ലെവലിലേക്ക് ലഭിക്കാനുള്ള സാധ്യത അദ്ദേഹത്തിനും ഉണ്ട്. അദ്ദേഹം PSG-യുടെ താരമാണ്. ഡെമ്പലേക്ക് ഒപ്പം കളിച്ചുള്ള ശീലമുള്ള താരം ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഡിസൈർ ദുവെ ആദ്യ ലെവലിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇവർക്കൊക്കെ മുന്നിലായി ഇനി ഒരാൾ കൂടിയുണ്ട്. അദ്ദേഹം മറ്റാരുമല്ല, കിലിയൻ എംബാപ്പെ. 4 ഗോളുകൾ ഇതിനോടകം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടീമിനെ ആയിരിക്കും 4 പേർ പ്രതിരോധത്തിൽ 4-2-3-1 എന്നുള്ള ശൈലി, 4-2-3-1 ഉള്ള ശൈലിയിൽ തന്നെ ഫ്രഞ്ച് ടീം ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്കിനി മൈതാനത്ത് നിന്ന് മാറാം എന്ന് തോന്നുകയാണ്. കാരണം ഏതായാലും ആ ഒരു ശക്തമായ പോരാട്ടം നോർവേ, അതുപോലെ തന്നെ നോർവേക്ക് ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഫ്രാൻസ്, ഈ 2 ടീമുകൾ കളിക്കുമ്പോഴുള്ള 2 താരങ്ങളുടെ പ്രകടനം നമ്മൾ വീണ്ടും നോക്കേണ്ടതുണ്ട്. അതിലേക്ക് വരും മുമ്പ് തന്നെ അതിനുശേഷമുള്ള മത്സരം എന്തായിരിക്കും എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട്. സ്പെയിൻ്റെ മത്സരത്തിന് നമുക്ക് ലൈനപ്പ് എങ്ങനെയായിരിക്കും എന്ന് നോക്കേണ്ടതുണ്ട്. യമാലിന്റെ ഒരു മിന്നൽ
തേരോട്ടം നമ്മൾ കഴിഞ്ഞ മത്സരത്തിലൊന്ന് കണ്ടു. ഇനി അത് തുടർച്ചയായി ഉണ്ടാവേണ്ടതുണ്ട്. കാരണം യമാൽ വലിയ പ്രതീക്ഷയാണ്, ഈ ലോകകപ്പിന്റെ താരമാകുമെന്ന് നമ്മൾ കരുതുന്നയാളാണ്. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ 2 മത്സരങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എംബാപ്പെ ഹാളണ്ട് പോരാട്ടമാണ്. നോർവേ നമുക്ക് ഏതായാലും ചെറിയ ടീമായിട്ട് ഒഡേഗാർഡിനെ പോലെയുള്ള താരങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഒട്ടും നിസ്സാരമായി കാണാൻ കഴിയില്ല. യൂറോപ്പിൽ അവരിപ്പോൾ ഗംഭീരമായി തന്നെ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ഹാലൻഡിന്റെ സംഘം മാത്രമല്ല, പാതിരാസൂര്യന്റെ നാട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പാതിരാസൂര്യന്റെ നാട്ടിൽ നിന്ന് ഒരു ഉദയസൂര്യൻ വന്നതുപോലെ ആ ഒരു ടീമിൽ ഒരു ഹാലണ്ട് വന്നു. ഇപ്പോൾ ആരാധകരുടെ എണ്ണം കൂടിയുണ്ട്. പോർച്ചുഗലിനെ എങ്ങനെയാണ് നേരത്തെ ഫിഗോയും പൗലേറ്റയും ഒക്കെ ഉള്ള കാലത്ത് പോലും ആരാധകർ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാക്കിയ ഒരു സ്വാധീനമുണ്ടല്ലോ, അതാണല്ലോ ഏറ്റവും കൂടുതൽ ഈ പോർച്ചുഗലിനെ ആരാധകരെ കൂട്ടാൻ ഇടയാക്കിയത്. അതുപോലെ തന്നെയായിരിക്കും ഹാലണ്ട്. നമുക്ക് സ്പെയിനിന്റെ ലൈനപ്പിന് മുൻപ് നമുക്ക് ഈ 2 നേർക്കുനേർ താരങ്ങളുടെ ഒരു പോരാട്ടം പറയേണ്ടതുണ്ടല്ലോ. അപ്പോൾ 2 താരങ്ങൾ, ഒന്ന് ഹാലണ്ട് അതുപോലെ തന്നെ എംബാപ്പെ, ഈ 2 താരങ്ങളുടെ ഈ ലോകകപ്പിലെ പ്രകടനമാണ് നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ മുന്നിൽ ഉള്ളത്. ഇപ്പോൾ എംബാപ്പെ ഒരേപോലെയാണ്, ഈക്വലാണ്, രണ്ടുപേരും ഒരുപോലെയാണ്. തുല്യശക്തികളുടെ പോരാട്ടം. ആരാണ് മികച്ച സ്ട്രൈക്കർ? 2 മത്സരത്തിൽ നിന്ന് 4 ഗോൾ വീതം നേടിയിരിക്കുന്നു എംബാപ്പയും ഹാലണ്ടും, എർലിംഗ് ഹാലണ്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ തീർച്ചയായും 2 പേരും എത്ര ഗോൾ വീതം നേടി? ഇരട്ട ഗോളുകളുടെ ഒരു ആശാന്മാരാണ്. മറികടക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. മെസ്സി 5 ഗോളുമായി ഇപ്പം എനിക്ക് തോന്നുന്നു ഇരട്ട ഗോളുകളാണ് എല്ലാ മത്സരങ്ങളും. ഈ പറഞ്ഞ പോലെ ഇരട്ട ഗോളുകളാണ്. വിനീഷ്യസ് ഇപ്പോൾ 4 ഗോളായിട്ടുണ്ട്. വിനീഷ്യസ് 4 ഗോളായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ മത്സരം എംബാപ്പയും ഹാളണ്ടും തമ്മിലുള്ള ഒരു പോരാട്ടം കൂടിയായിരിക്കും. ലോകോത്തരമായ 2 സ്ട്രൈക്കർമാർ തമ്മിലുള്ള പോരാട്ടം കൂടിയായിരിക്കും.